സിനുജി, ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു വലിയ മതേതരത്വ പ്രസ്ഥാനമാണെന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യയെ പടുത്തുയർത്തി ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധിയും ഒക്കെ ഒരു വലിയ മതേതരത്വ സംസ്കാരത്തിലാണ് ഭാരതത്തെ കൊണ്ടുപോകുന്നതെന്നൊക്കെയാണ് കോൺഗ്രസിൻ്റെ ഒരു വെപ്പ്. പക്ഷേ കേരളത്തിൽ മാത്രം ഇവർക്ക് ഈ മതേതരത്വം എന്ന് പറയുന്നത് ഒരു ചില പ്രത്യേക വിഭാഗങ്ങളോട് മാത്രമുള്ള മതേതരത്വം എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. കാരണം പാലക്കാട്ട് ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം SDPI ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. SDPI എന്താണെന്നൊക്കെ നമുക്ക് കൃത്യമായി അറിയാം. SDPI പറഞ്ഞത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ കൃത്യമായി അവർ പിന്തുണച്ചിരുന്നു. അവരുമായി ചർച്ച നടത്തിയിട്ട് തന്നെയാണ് പിന്തുണച്ചതെന്നും രാഷ്ട്രീയ മാന്യത കൊണ്ടാണ് തുറന്നു പറയാത്തതെന്നും പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാടും അവരെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ BJP മാത്രമാണോ വർഗീയ പാർട്ടി? ഈ SDPI അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ പാർട്ടികളുമായിട്ടൊക്കെ രഹസ്യമായി ബാന്ധവം ഇടത് വലത് മുന്നണികൾക്കും ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവർക്ക് ഈ ബാന്ധവം പ്രശ്നമല്ല. എന്താണ് തോന്നുന്നത്? അല്ല, കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പാർട്ടി ഇക്കാലം അത്രയും ഭരണത്തിലേക്ക് വന്നതൊക്കെ തന്നെ ഈ ന്യൂനപക്ഷ വിഭാഗം, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തെ പിന്തുണച്ചുകൊണ്ടും അവർക്ക് വാരിക്കോരി സേവനങ്ങളും സൗജന്യങ്ങളും ഒക്കെ നൽകിക്കൊണ്ടും മാത്രമാണ്. അപ്പോൾ എല്ലായ്പ്പോഴും മുസ്ലിം സമൂഹത്തിന് ഞങ്ങളാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നും ഞങ്ങൾ ഭരണത്തിലുള്ളപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുകയുള്ളൂ എന്നുള്ള ഒരു പ്രത്യക്ഷവും പരോക്ഷവുമായ സന്ദേശം കോൺഗ്രസ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമായിട്ടും അത് മാറുന്നത്. കാലാകാലങ്ങളായി കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അടിസ്ഥാനമാക്കി തന്നെയാണ്. ഇപ്പം അറിയില്ല, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നും കൂടുതൽ വോട്ടുകൾ എല്ലാ കാലവും കിട്ടുന്നത് കോൺഗ്രസ് തന്നെയാണ്. CPM ആണ് അതിനെ അതിജീവിക്കാനായിട്ട് കടുത്ത പരിശ്രമങ്ങളൊക്കെ നടത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM കാണിച്ച അമിതമായ ന്യൂനപക്ഷ പ്രീണന നയമാണ് അവരെ ഇത്രയും വലിയ തോൽവിയിലേക്ക് നയിച്ചത് പോലും. ഇപ്പോൾ ഇവിടെ SDPI പറയുന്നത് എന്താ? ഞങ്ങൾ തീവ്രവാദ സംഘടനയല്ല, തീവ്രവാദ പാർട്ടിയല്ല, വർഗീയ പാർട്ടി അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ UDFന് പിന്തുണ നൽകി. അതായത് ചേലക്കരയിലും പാലക്കാട്ടും ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്താനായിട്ട് ആലോചിച്ചു. പക്ഷെ ഞങ്ങൾ നിർത്തിയില്ല. നിർത്താത്തതിന് പിന്നിൽ വേറെ ചില കാരണങ്ങളുണ്ട്. അപ്പോൾ UDF അധികൃതരുമായി നേതാക്കളുമായി ചർച്ച നടത്തിയോ എന്ന് ചോദിച്ചാൽ നടത്തിയെന്നും നടത്തിയില്ലെന്നും അവർ പറയുന്നു. അപ്പോൾ ചില നീക്കുപോക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? പാലക്കാട്ട് BJPക്ക് വലിയ തേരോട്ടമുണ്ട്, അല്ലെങ്കിൽ വലിയ ഒരു പിന്തുണയുള്ള സ്ഥലം. നമുക്കറിയാം, കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു നഗരസഭ BJP ഭരണകൂടം അധികാരം പിടിച്ചെടുക്കുന്നത്. അപ്പോൾ BJP 2 തവണ പാലക്കാട് നഗരസഭയിൽ അധികാരം പിടിച്ചെടുത്തിരുന്നു. അതോടുകൂടി നഗരത്തിൽ BJPക്ക് വലിയ വേരോട്ടമുണ്ടെന്ന് ഇടതുപക്ഷ മുന്നണിയും കോൺഗ്രസും തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിയെ, അതായത് CPMനെ 3ാം സ്ഥാനത്തേക്ക് മാറ്റാൻ BJPക്ക് സാധിച്ചു. എന്ന് പറഞ്ഞാൽ 2 തവണയും കോൺഗ്രസ് ആണ് ജയിച്ചത്. 2ാം സ്ഥാനത്തേക്ക് BJP എത്തി. അതിൽ ഇപ്പോൾ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വന്ന P സരിൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ്, അദ്ദേഹം സ്ഥാനാർത്ഥി അതിന് തൊട്ട് മുമ്പ് പറഞ്ഞത് കഴിഞ്ഞ തവണ CPM UDFന് വോട്ട് കൊടുത്തല്ലോ, ആ വോട്ടൊന്നും ഇനി UDFന് കിട്ടില്ല, ഞങ്ങൾക്ക് തന്നെ കിട്ടുമെന്ന്. എന്ന് പറഞ്ഞാൽ എന്താ? കൃത്യമായിട്ട് അവസാന നിമിഷം LDFൽ നിന്ന് CPMൽ നിന്ന് വോട്ട് മറിച്ച് കോൺഗ്രസിന് കൊടുത്തു. BJP ഒരു കാരണവശാലും വിജയിക്കരുത്. ഇതേ നയം തന്നെ SDPI പറയുന്നു. അപ്പോൾ SDPIയുടെ ആവശ്യം എന്താ? BJP ജയിക്കരുത്, BJP ഒരു അധികാരത്തിലേക്ക് വരരുത്, അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ആരുമായും കൂട്ടുകൂടും. അപ്പം ഈ CPMമായിട്ടോ കോൺഗ്രസ്സുകാരുമായിട്ടോ ഇവർ ചർച്ച നടത്തിയെന്ന് തുറന്നു പറഞ്ഞാൽ ഇത് നിഷേധിക്കാനാവാത്ത ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും എത്തിപ്പെടുകയാണ്. മാത്രമല്ല, വയനാട്ടിൽ മത്സരിച്ചപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഞങ്ങൾ പരസ്യമായ പിന്തുണ നൽകി. SDPIയുടെ പിന്തുണ രാഹുലിനാണെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ പിൻഗാമിയായി അവിടെ പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ ഞങ്ങൾ ആർക്ക് പിന്തുണ നൽകുമെന്ന് പറയേണ്ടതില്ല. അപ്പോൾ മുസ്ലിം ഭൂരിപക്ഷ ജനവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണ് SDPI. അതുകൊണ്ട് അതൊരു തീവ്രവാദ പാർട്ടിയാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? അപ്പോൾ SDPI ഇപ്പം നിലപാട് വ്യക്തമാക്കി, ഇത് മുഴുവൻ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മാത്രമുള്ള പാർട്ടിയാണ്. അങ്ങനെയല്ല നമ്മൾ കണ്ടിട്ടുണ്ട്. ഹിന്ദു നാമധാരികളായ, ക്രൈസ്തവ നാമധാരികളായ പല നേതാക്കളുടെയും പേരുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അവർ തന്നെ പറയുന്നു അങ്ങനെ അല്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി SDPI പോലെയുള്ള തീവ്രവാദ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമായി ഇവർ ഒരു അടവ് നയം പാലിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണം. നേരത്തെ നമുക്കറിയാം, ജമാഅത്ത് ഇസ്ലാമിക്കാർ പറഞ്ഞിരുന്നു ഞങ്ങൾ എല്ലാ കാലവും ഇടതുമുന്നണിക്കൊപ്പം നിന്നാണ്, ഇനി ഞങ്ങൾ UDFനൊപ്പമാണ് നിൽക്കുന്നത്. അപ്പോൾ ഉടനെ CPM നേതാക്കൾ എന്താ പറഞ്ഞാൽ, ഞങ്ങൾക്കറിയത്തില്ല ഈ ജമാഅത്ത് ഇസ്ലാമിയെ, അവർ തീവ്രവാദികളാണ്, അവരുടെ നിലപാടേ ശരിയല്ല, അവർ ഈ ഇസ്ലാമിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിം ബ്രദർഹുഡുമായി ബന്ധമുണ്ട്. അതെ, എന്തൊക്കെ പറഞ്ഞു. അതേപോലൊരു നിലപാടാണ് SDPI ഇപ്പോൾ പറയുന്നത്. ഞങ്ങൾ കാലാകാലങ്ങളായിട്ട് BJP ജയിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യും. അപ്പോൾ BJP എന്ന് പറയുന്ന ഒരു വർഗീയ പാർട്ടിയാണോ? അത് നമ്മൾ ആലോചിക്കണം. ഇന്ത്യ പോലെയുള്ള 150 കോടിയോളം വരുന്ന ജനങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് BJP. ആ പാർട്ടി വർഗീയ പാർട്ടിയാണെന്ന് പരസ്യമായി പറയുകയാണ്. അപ്പം നമ്മുടെ സംസ്ഥാനത്ത്
സംസ്ഥാനത്ത് മാത്രമാണ് BJP ഇപ്പോഴും ഈ പറയുന്നത് എന്താ ഈ അശുദ്ധിയുള്ളത്, അല്ലെങ്കിൽ തൊടാൻ പാടില്ലാത്തത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ BJP വലിയ മുൻതൂക്കമുണ്ട്. ഇന്നലെ തന്നെ ജാർഖണ്ഡിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിന്റെ എന്താ എക്സിറ്റ് പോൾ ഫലം വന്നപ്പോൾ തന്നെ വലിയൊരു മുന്നേറ്റം ഉണ്ടെന്ന് പറയുന്നു. ജയിക്കോ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷേ BJP എന്ന് പറയുന്ന ഒരു ബദൽ സംവിധാനമായി ഉയർന്നു വരരുതെന്ന് കോൺഗ്രസും CPM-ഉം കൃത്യമായി ആഗ്രഹിക്കുന്നു, ആലോചിക്കുന്നു. അതിന് പിന്തുണ നൽകാൻ ഈ SDPI പോലെയുള്ള തീവ്ര നിലപാടുകളുള്ള, ജമാഅത്തിനെ പോലെയുള്ള തീവ്ര നിലപാടുള്ള മുസ്ലിം സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നു. അവർ ഇത് പരസ്യമായി പറയുന്നു. എങ്ങനെയാണ് അവർക്ക് ഇതിനെ തള്ളിക്കളയാൻ പറ്റുക UDF-ന്? തീർച്ചയായിട്ടും സിനുജി, ഇതിലൊരു കാര്യം എന്ന് പറയുന്നത് പാലക്കാട് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ CPM ചില തന്ത്രങ്ങൾ പ്രയോഗിച്ചിരുന്നു. അതിൽ CPM പ്രധാനമായിട്ട് ചോദിച്ചത്, നിങ്ങൾ വർഗീയതയ്ക്കെതിരാണെങ്കിൽ നിങ്ങൾക്ക് SDPIയുടെ വോട്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ടെന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? VD സതീശനോടും KS സുധാകരനോടും ഷാഫി പറമ്പിലിനോടും രാഹുൽ മാങ്കൂട്ടത്തിനോടുമാണ് ഈ ചോദ്യങ്ങൾ ചോദിച്ചത്. 2-3 തവണ ഈ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടും ഇവർ ഒരു മറുപടിയും പറയാത്തൊരവസ്ഥ വന്നു. നേരിട്ട് ചില ഡിബേറ്റുകളിൽ ചോദിച്ച സമയത്ത് മാധ്യമങ്ങൾ തന്നെ ഇവരോട് ഇത് ചോദിക്കാൻ തുടങ്ങി. മാധ്യമങ്ങൾ ഇത് ചോദിച്ച സമയത്ത് ഇവർ കുടുങ്ങിയ സമയത്ത് ഇവർ പറയുന്നത് BJP ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശത്രു. അങ്ങനെ BJPക്കെതിരായിക്കൊണ്ട് മതനിരപേക്ഷതയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ട് ആരുടെയും വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറയില്ല, വോട്ട് വേണമെന്നാണ് എന്നാണ് ഇവർ പറയുന്നത്. ഇതേ ആളുകൾ തന്നെ കുറച്ച് മുമ്പ് CPM-നോട് ചോദിച്ചു, നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ടെന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ എന്ന് ചോദിച്ച ആളുകളാണ് കോൺഗ്രസ്സുകാർ. അതായത് ജമാഅത്ത് CPM-ന് പിന്തുണ കൊടുക്കുന്നു എന്ന് കണ്ടപ്പോൾ. അപ്പോൾ നേരെ തിരിച്ച് ഇവിടെ അങ്ങനെ പറയാനുള്ള ധൈര്യമില്ല. SDPI വോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ അവർ വോട്ട് ചെയ്യില്ല എന്നുള്ള അവർക്ക്. അപ്പോൾ അവർക്ക് ഏത് തീവ്രവാദിയുടെ വോട്ടായാലും ഇവർക്ക് BJP വരാതിരിക്കാൻ വേണ്ടി കോൺഗ്രസിന് അധികാരം എന്നുള്ള ഒരു സ്ഥാനം മാത്രം, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് ഇവരുടെ ആരുടെയും വോട്ട് ഇവർ സ്വീകരിക്കും എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് മഹാരാഷ്ട്രയിലെ പിന്നെ നമ്മുടെ മഹാരാഷ്ട്രയിലെ ശിവസേന എന്ന് പറയുന്നത് BJPക്കാൾ 10 ഇരട്ടി വർഗീയതയുള്ള പാർട്ടിയാണ് ശിവസേന. അവൾ മറാഠ വികാരം ആളിക്കത്തിക്കുന്ന സവർക്കർക്ക് ഈ പറയുന്ന ഭാരതരത്ന കൊടുക്കണമെന്ന് ഇപ്പോൾ BJPക്ക് അങ്ങനത്തെ ഒരു ആവശ്യമില്ല. സവർക്കർക്ക് ഭാരതരത്ന കൊടുക്കാനോ അങ്ങനത്തെ ഒരു ഇതും BJP ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല, അങ്ങനത്തെ ഒരു ആവശ്യവും പറഞ്ഞിട്ടില്ല. പക്ഷേ ശിവസേന ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സവർക്കർക്ക് ഭാരതരത്ന കൊടുക്കണം, എന്തുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ നാവ് ചവിട്ടി ഒടിക്കും എന്ന് പറഞ്ഞതാണ് സവർക്കർക്കെതിരെ പറഞ്ഞാൽ. അങ്ങനെ ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇവർ അലിഗേഷനിലാണ് BJPക്കെതിരെ. അവിടെയും ഇവർക്ക് അധികാരം മാത്രമാണ്. അതിന് ഇവിടുത്തെ മുസ്ലിം ലീഗിനോ ആളുകൾക്കോ ഒന്നും ഒരു പ്രശ്നവുമില്ല. യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് അധികാരം എന്നുള്ള ഒരേ ഒരു കാര്യം മാത്രമാണ്. ഇപ്പോൾ വയനാട്ടിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പിന്നെ വടകരയിലും ഒക്കെ തന്നെ കണ്ടത് എന്താണ്? പരസ്പരം മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടി പരസ്പരം CPM-ഉം കോൺഗ്രസും പരസ്പരം മത്സരിക്കുന്നു, അവരെ വരുതിയിലാക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ അവിടെ ഇവർക്ക് അപകടം മണക്കാൻ കഴിയില്ല. അതായത് കാലങ്ങളായി UDF-നും LDF-നും വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ക്രിസ്ത്യൻ സമൂഹം ഇപ്പോൾ അത് തിരിച്ചറിഞ്ഞു തുടങ്ങി. കുറച്ച് മുമ്പേ അവർ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരുന്നു, പക്ഷേ ഇപ്പോൾ കുറേ അധികമായി തിരിച്ചറിഞ്ഞു തുടങ്ങി. അതായത് ന്യൂനപക്ഷം എന്നാൽ മുസ്ലിം വിഭാഗത്തെ മാത്രമാണ്, മുസ്ലിം വിഭാഗവും എന്നല്ല സമസ്തയെയും ചില മതസംഘടനകളെയും മാത്രമാണ് ഇവർ കാണുന്നതെന്നും ഈ ക്രിസ്ത്യാനികൾക്ക് യാതൊരു വിലയും കൊടുക്കുന്നില്ല എന്നും ഇവർക്ക് കൃത്യമായി മനസ്സിലായി. അങ്ങനെ മനസ്സിലാക്കിയപ്പോഴാണ് ക്രിസ്ത്യാനികൾ പതുക്കെ ചുവടുമാറ്റാൻ തുടങ്ങിയത്. ഇപ്പോൾ മണിപ്പൂർ എന്ന് പറഞ്ഞ് ഇവരെ ഭയപ്പെടുത്താൻ തുടങ്ങി. യഥാർത്ഥത്തിൽ മണിപ്പൂർ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ABC ന്യൂസിൽ സുനിൽ സാറും സിനുജിയും ഒക്കെ ഇരുന്ന് കൃത്യമായി ചർച്ചയിലൂടെ ആളുകളെ ബോധ്യപ്പെടുത്തുകയാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് ABC ആണ്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം വെളിച്ചത്ത് വന്ന സമയത്ത് ഇവിടെ ഇതല്ല സംഭവിക്കുന്നതെന്നും ഒരു പ്രീണന രാഷ്ട്രീയമാണ് നടക്കുന്നതെന്നും ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി. ഇപ്പം പാലക്കാട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലിന് വേണ്ടി പിന്നെ ഈ SDPI വ്യാപകമായി വോട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സഹിച്ച ത്യാഗമെന്നാണ് അവർ പറഞ്ഞത്. അപ്പം എന്താ എനിക്ക് തോന്നുന്നത്, ഈ കോൺഗ്രസ് ഈ ഒരു നിലപാട് തിരുത്താൻ പോകുന്നില്ല അല്ലേ? അതെ, SDPI ഇത് പരസ്യമായി പറഞ്ഞ സ്ഥിതിക്ക് രാഹുൽ ജയിച്ചാലും തോറ്റാലും ഈ കാര്യത്തിന് മറുപടി പറയേണ്ട ബാധ്യതയില്ലേ? കോൺഗ്രസിന് UDF-നെ ഞങ്ങൾ വോട്ട് ചെയ്തു, അപ്പോൾ SDPക്ക് അവിടെ വലിയൊരു വോട്ട് ബാങ്ക് ഉണ്ടെന്നും ഞങ്ങൾ മുഴുവൻ നിങ്ങൾക്കാണ് തന്നതെന്ന് പറയുമ്പോൾ ഇല്ല, നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്കല്ല തന്നത്, ഞങ്ങൾക്ക് വേണ്ട എന്ന് ആർജവത്തോടെ പറയാൻ ഇവർക്ക് പറ്റില്ല. കാരണം എന്താ, നേരത്തെ പറഞ്ഞതുപോലെ പല മാധ്യമങ്ങളും പലരും ചോദിച്ചിട്ട് ഇവർ മറുപടി പറഞ്ഞില്ലല്ലോ. കോൺഗ്രസിന്റെ നേതാക്കളോട് മറുപടി പറഞ്ഞില്ല, സ്ഥാനാർത്ഥിയോട് ചോദിച്ചു, പറഞ്ഞില്ല. അപ്പോൾ ഇവർക്കെല്ലാം തന്നെ SDPയുടെ വോട്ട് വേണം. അപ്പോൾ ഇവിടുത്തെ ലക്ഷ്യം എന്താ? ആത്യന്തികമായി BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കേരള നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാൻ പാടില്ല. ഇപ്പോൾ വഖഫ് ഒരു പ്രശ്നമായിട്ട് ഉയർന്നു വന്നു. ഈ വഖഫ് പ്രശ്നത്തിൽ ഈ സമരം ചെയ്യുന്നവർ
ക്രൈസ്തവർക്ക് അനുകൂലമായി പരസ്യ നിലപാടെടുത്ത CPM ആണ്. കോൺഗ്രസും ചെയ്തില്ല, അതുപോലെ തന്നെ CPM ചെയ്തില്ല. കേരളത്തിലെ ക്രൈസ്തവരായിട്ടുള്ള 25 MLA-മാരുണ്ട് നമ്മുടെ നിയമസഭയിൽ. ഈ 25 പേരും ആർക്കൊപ്പമാണ് നിലകൊള്ളുന്നത്? അതായത് ചില സ്വാർത്ഥ താല്പര്യമുള്ള മുസ്ലിം മതവിഭാഗത്തിനൊപ്പം. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്തീയ വിഭാഗങ്ങൾ ഇപ്പം പാർത്ഥം പറഞ്ഞ പോലെ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഞങ്ങൾക്കൊപ്പമല്ല ഇവർ നിൽക്കുന്നത്, ഞങ്ങൾ നിൽക്കേണ്ടത് ഞങ്ങളെ പിന്തുണയ്ക്കുന്നവർക്കൊപ്പമാണ്, ഞങ്ങളെ സഹായിക്കുന്നവർക്കൊപ്പമാണ്. അതാരാണെന്ന് വരും കാലങ്ങളിൽ അവർ തെളിയിക്കും. ഇപ്പം തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് ജയിച്ചത്? ഇപ്പം പൂരം കലക്കി ഹിന്ദുക്കൾ വോട്ട് ചെയ്തുകൊണ്ട് മാത്രമല്ല. അപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നു എന്നുള്ളത് ക്രിസ്ത്യൻ സമൂഹം വെളിപ്പെടുത്തുന്നുണ്ട്. ചില ഈ പറയുന്ന എന്താ പറയുന്നത് അടഞ്ഞ മനസ്സുള്ള ആൾക്കാരുണ്ട്, ഈ മുസ്ലിം തീവ്രവാദ സമൂഹം. അവരുടെ നിലപാടുകളാണ് തങ്ങൾക്കെതിരെ നിൽക്കുന്നതെന്നും തങ്ങളുടെ നെഞ്ചത്തേക്ക് വരുന്ന ഓരോ കാര്യങ്ങളും അത്തരക്കാരുടേതാണെന്നും ക്രിസ്തീയ സമൂഹം തിരിച്ചറിയുകയും അങ്ങനെ ഇവർ ഒന്നിക്കുകയും ചെയ്താൽ ഈ SDP ഒന്നും പിന്നെ കേരളത്തിൽ വളർച്ചയില്ല. SDP-യുടെ തന്നെ ഒരു അനുകൂല സംഘടനയായിരുന്നില്ലേ പോപ്പുലർ ഫ്രണ്ട്? എവിടെ പോപ്പുലർ ഫ്രണ്ട്? അതിന്റെ നേതാക്കളെ ഇവിടെ നിന്ന് ജയിലിലേക്ക് കൊണ്ടുപോയി. ഇന്ന് വരെ ഒരു നേതാവ് ഏത് ജയിലിലാണെന്ന് നമുക്കറിയാൻ കഴിയില്ല. അപ്പോൾ തീവ്രവാദ സംഘടനകളെ എങ്ങനെയാണ് BJP പോലെയുള്ള ആർജവമുള്ള ഒരു സർക്കാർ നേരിടുന്നത് നമ്മൾ കണ്ടു. അതിനെ SDP ഭയക്കുന്നു. നാളെ SDP ഒരു തീവ്രവാദ സംഘടനയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ നിരോധിക്കുമോ എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ടാണ് ഇവർ പറയുന്നത് ഞങ്ങൾ തീവ്രവാദ സംഘടനയല്ല, ഞങ്ങൾ തീവ്രവാദ പാർട്ടിയല്ല, അതുകൊണ്ട് ഞങ്ങൾ UDF-ന് വോട്ട് ചെയ്യും. ഈ വോട്ട് വേണ്ട അല്ലെ വോട്ട് കിട്ടിയില്ല എന്ന് പറയാനുള്ള ആർജവം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, ഇനി റിസൾട്ട് വരുന്നതിന് മുമ്പോ റിസൾട്ട് വന്നതിന് ശേഷമോ ഇവർ അത് പറയുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു. കാരണം ഇവരുടെ നിലപാടുകൾ നമുക്ക് പ്രവചിക്കുന്നതിന് അപ്പുറമാണ്. അപ്പൊ ഞങ്ങൾക്ക് ഈ വർഗീയ പാർട്ടിയുടെ വോട്ട് കിട്ടിയില്ല, ഞങ്ങൾക്കത് വേണ്ട, ഇനി വോട്ട് തരികയും വേണ്ട, അത് ഇവർ ജയിച്ചാലും തോറ്റാലും പറയുമോ എന്നുള്ളത് കേരള സമൂഹം കാത്തിരിക്കും. അല്ല, ഈ ഹൈന്ദവ വിഭാഗവും അതുപോലെ ക്രിസ്ത്യൻ വിഭാഗവും തിരിച്ചറിയേണ്ടത് മതേതരത്വം എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കലാണെന്ന് ഇവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ.